ശ്രീകണ്ഠപുരം നഗരസഭാ ഫെസ്റ്റ് ഒരുമിക്കാം വരവേൽക്കാം എന്ന സന്ദേശത്തോടെ നടത്തുന്ന ശ്രീലയം 2025 സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനം ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ശ്രീകണ്ഠപുരം നഗരത്തെ ഉണർത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഈ സാംസ്കാരിക ഉത്സവം സഹായമാകട്ടെ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA ആശംസിച്ചു. ശ്രീകണ്ഠപുരം നഗരസഭയെ എത്ര അഭിനന്ദിച്ചാലും അതിനോടൊപ്പം നിന്ന നാട്ടുകാരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്ന് ഈ സന്ദർഭത്തിൽ വീണ്ടും ഞാൻ സൂചിപ്പിക്കട്ടെ. ഇന്ന് ശ്രീകണ്ഠപുരം ഉണർന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുസ്തകോത്സവം, ഇതിനോടനുബന്ധിച്ചുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം ശ്രീകണ്ഠപുരം നഗരത്തെ കൂടുതൽ ഉണർവിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പലരും പരാതി പറയുന്ന കാര്യമാണ്, വൈകുന്നേരം 7 മണിയായാൽ ശ്രീകണ്ഠപുരം ഉറങ്ങുന്നു, നമുക്ക് കൂടുതൽ ആളുകൾ നമ്മുടെ നഗരത്തിലേക്ക് എത്തുന്നില്ല, നമ്മുടെ കടകൾ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്നു. ശ്രീകണ്ഠപുരത്തിന് ഒരു നഗരത്തിന്റെ ഒരു പ്രാധാന്യം സായം സന്ധ്യകളിൽ നമുക്ക് ഇവിടെ ലഭ്യമാകുന്നില്ല. നമുക്ക് ഈ നഗരത്തെ ഉണർത്തണം, കൂടുതൽ സജീവമാക്കണം. സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഒത്തുകൂടണം. കളിയും സംസ്കാരവും ഒക്കെ ഇവിടെ പ്രതിഫലിക്കുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ സായം സന്ധ്യകളിൽ നമുക്കിവിടെ നടത്തണം. ഒരു കാലത്ത് ശ്രീകണ്ഠപുരത്തുണ്ടായിരുന്ന നമ്മുടെ സിനിമാ തിയേറ്ററുകൾ പോലും ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മുടെ വൈകുന്നേരങ്ങളെ, സായം സന്ധ്യകളെ കൂടുതൽ ഉണർത്തേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതും ഈ നാടിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ, സാംസ്കാരിക മുന്നേറ്റത്തിൽ ഏറ്റവും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നഗരസഭ ഇത്തരത്തിൽ വളരെ നല്ലൊരു ശ്രമം നടത്തുന്നത് എന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്നു. വൈസ് ചെയർമാൻ K. ശിവദാസൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ TK ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യ അതിഥിയായിരുന്നു. ശ്രീകണ്ഠപുരത്ത് എല്ലാവരും ഒരേ മനസ്സോടെ കഴിയുകയായിരുന്നു. അതുകൊണ്ടാണ് മറ്റ് പ്രദേശത്തിലേക്കാൾ പ്രാധാന്യം നമ്മുടെ ഈ ശ്രീകണ്ഠപുരത്തിൽ. ഇവിടെ എന്തൊക്കെ കൂളിളക്കം ഉണ്ടായിരുന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ശ്രീകണ്ഠപുരത്ത് അതൊന്നും മേശാക്കില്ല. രാഷ്ട്രീയമായ സംഘർഷങ്ങൾ പല ദിക്കിലും ഉണ്ടാകുമ്പോഴും ശ്രീകണ്ഠപുരത്ത് അതും വളരെ കുറവായിരുന്നു. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായും മറ്റ് എല്ലാ മതപരമായും എല്ലാം വളരെ യോജിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് ശ്രീകണ്ഠപുരത്തേത് എന്ന് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും. മുഹമ്മദ് ബ്ലാത്തൂർ, അഡ്വക്കേറ്റ് EV രാമകൃഷ്ണൻ, K. സലാവുദ്ദീൻ, P. മാധവൻ, PV ശശിധരൻ, TK വത്സരൻ, PP രാഘവൻ, PP ബഷീർ, K. ഗോപി, കൗൺസിലർ KV ഗീത, ശ്രീകണ്ഠപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ TM രാജേന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസഫിന ടീച്ചർ, PP ചന്ദ്രാംഗതൻ മാസ്റ്റർ, PP നസീമ, KC ജോസഫ്, സെക്രട്ടറി TV നാരായണൻ, ഷംന ജയരാജ്, CDS ചെയർപേഴ്സൺ ഓമന A എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധങ്ങളായ കലാപരിപാടികളും നടന്നു. താവം ഗ്രാമവേദി അവതരിപ്പിച്ച വടക്കൻ പെരുമ എന്ന ഫോക്ലോർ വിസ്മയം ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറിന് 7 അഴകാണ് സമ്മാനിച്ചത്. ജനുവരി 5 മുതൽ 9 വരെയാണ് ശ്രീലയം ടൗൺ സ്ക്വയറിലെ പരിപാടികൾ നടക്കുക. കുടിയിടുന്ന പൊന്നിളം കാവിൽ വാഴുന്ന